ശബരിമല സ്വർണ്ണ കവർച്ചയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ ഇടപെടലെന്ന വിമർശനം. സ്വർണ്ണ കവർച്ചയിൽ സാമ്പത്തിക ലാഭം നേടിയത് ആരൊക്കെ എന്നുള്ള കാര്യങ്ങളിൽ അന്വേഷണം വഴിമുട്ടി നിൽക്കെയാണ് ആചാരപരമായ കാര്യങ്ങളിൽ മാത്രം ചുമതലയുള്ള തന്ത്രിക്കെതിരെ SIT തിരിഞ്ഞത്. തന്ത്രിയെ അറസ്റ്റ് ചെയ്ത SIT മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും മുൻ ദേവസ്വം ബോർഡ് അംഗം ശങ്കർദാസിനെയും അറസ്റ്റ് ചെയ്യാൻ മുതിരുന്നില്ല എന്നും ആരോപണം. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്, ആദ്യം മുതൽ ഉയർന്നു കേട്ട പേര് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കടകംപള്ളി സുരേന്ദ്രന്റെയും ശങ്കർദാസിന്റെയും അറസ്റ്റ് ഈ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ ഈ ശങ്കർദാസിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല. കടകംപള്ളി സുരേന്ദ്രനെ രഹസ്യമായി ചോദ്യം ചെയ്ത് വിട്ടയക്കുന്നു. അപ്പം കടകംപള്ളിക്ക് അവിടെ ഒരു പ്രത്യേക പ്രിവിലേജ് ഉണ്ട്. പക്ഷേ വളരെ പെട്ടെന്നാണ് തന്ത്രിയിലേക്ക് ഈ വിലങ്ങെത്തുന്നത്. അപ്പോൾ ഈ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഉറപ്പാണ് ചില ഉന്നതരുടെ മേൽക്കൈ. അതായത് ഈ അന്വേഷണ ദിശയെ മാറ്റിമറിക്കാൻ, അന്വേഷണം ആരൊക്കെയിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ അത് മാറ്റിമറിക്കാൻ അവിടെ ഒരു വലിയ ശ്രമം നടക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ സ്വർണ്ണ കവർച്ചയിൽ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിലെ നീക്കങ്ങൾക്ക് പിന്നിൽ ആരുടെയൊക്കെ കൈകളാണെന്നാണ് പ്രജിത്ത് അനുമാനം? അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ വലിയ അറസ്റ്റുകൾ നടപടികളൊക്കെ ഉണ്ടാകുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ ഇപ്പോഴും മെല്ലെപ്പോക്ക് തുടരുന്നു എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഒന്ന്, നമ്മൾ തന്ത്രിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ദിവസം മുൻപ് തന്ത്രിക്ക് നോട്ടീസ് നൽകുന്നു, പിറ്റേ ദിവസം തന്ത്രിയെ വിളിച്ചു വരുത്തുന്നു, തന്ത്രി എത്തുന്നു, തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. ആ നടപടികളുമായി അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നു. ഒടുവിൽ ഈ അറസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും അതോടൊപ്പം തന്നെ റിമാൻഡ് റിപ്പോർട്ടുമൊക്കെ കോടതിയിൽ സമർപ്പിക്കുമ്പോഴേക്കും ദേവസ്വം ബോർഡിനെ ഈ കാര്യങ്ങൾ, അതായത് തന്ത്രി അവിടെ വർഷങ്ങളായി തുടരുന്ന ഒരാളാണ്. അപ്പോൾ തന്ത്രിക്ക് ശബരിമല ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളെക്കുറിച്ചൊക്കെ അറിയാം. അങ്ങനെ അനുമതിയില്ലാതെ കട്ടിളപ്പാളികൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടും ദേവസ്വം ബോർഡിനെ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് തന്ത്രിയുടെ മേൽ ആരോപിക്കപ്പെടുന്ന കുറ്റം. അതിൽ ശേഷമാണ് ഈ ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങളിൽ സാധാരണഗതിയിൽ റിമാൻഡ് റിപ്പോർട്ടിലേക്ക് എഴുതുന്നത് പോലുള്ള ചില സ്റ്റേറ്റ്മെൻറ്റുകളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തുടക്കത്തിൽ തന്നെ ദുർബലമായിട്ടുള്ള ഒരു നടപടിയാണ് അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വിമർശനങ്ങൾ ഇപ്പോൾ തന്നെ വന്നു കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ തന്ത്രിക്കെതിരെ ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ വരുന്നത്, പ്രത്യേകിച്ച് പത്മകുമാറിൻ്റെ മൊഴിയാണെങ്കിലും ശരി, അതുപോലെയുള്ള ഈ ജീവനക്കാരുടെ മൊഴിയാണെങ്കിലും ശരിയൊക്കെ വരുന്നത് നവംബർ മാസത്തിലാണ്. അതിനുശേഷം ഇത്രയും നാൾ കഴിഞ്ഞാൽ 45 ദിവസമൊക്കെ കഴിഞ്ഞ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നടപടികൾക്ക് അപ്പുറത്തേക്ക് EDയുടെ ഒരു അന്വേഷണം ഇതിൽ ആരംഭിക്കുന്ന സമയത്ത് വളരെ ധൃതി പിടിച്ച് തന്ത്രിയെ എന്തുകൊണ്ട് കസ്റ്റഡി എടുക്കുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളൊരു ചോദ്യമുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ ഈ സ്റ്റേറ്റ്മെൻറ്റുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ, ഈ മൊഴികളുടെയൊക്കെ അടിസ്ഥാനത്തിലാണെങ്കിൽ നേരത്തെ തന്നെ തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്താതെ അന്വേഷണ സംഘം എന്തുകൊണ്ട് മാറി നിന്നു എന്നുള്ളൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന അന്വേഷണ സംഘത്തിൻ്റെ തന്നെ ചില വാദങ്ങളുണ്ട്. പ്രത്യേകിച്ച് പത്മകുമാറിൻ്റെ ജാമ്യാപേക്ഷ എതിർക്കുന്നതനുസരിച്ചൊക്കെ പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ പറഞ്ഞത് ഈ ദേവൻ്റെ അനുജ്ഞ വാങ്ങാതെയാണ്, അല്ലെങ്കിൽ തന്ത്രിയുടെ നിന്ന് ഇത്തരമുള്ള ദേവൻ്റെ അനുജ്ഞ വാങ്ങാതെയാണ് ഈ സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോയത്. സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് തന്ത്രിക്ക് അറിവുണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങൾക്ക് വേണ്ടി തന്ത്രിയുടെ അനുമതി തേടിയിരുന്നില്ല എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായ അന്വേഷണ സംഘം കോടതിയിൽ നിലപാട് സ്വീകരിച്ചതാണ്. അത് കഴിഞ്ഞ് ഒരു ദിവസം കഴിയുമ്പോഴേക്കും ഗൂഢാലോചന അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് പോകുമ്പോൾ അവിടെ SITയുടെ നിലപാടുകളിൽ തന്നെ ഒരു വൈരുദ്ധ്യം കാണാം. ആദ്യഘട്ടത്തിൽ, അതായത് 1-2 ദിവസങ്ങൾക്ക് മുൻപ് ഈ പറയുന്ന കട്ടിളപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട്, സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് തന്ത്രിയുടെ അനുജ്ഞ വാങ്ങുന്നില്ല, ദേവൻ്റെ അനുജ്ഞ വാങ്ങുന്നില്ല, അതിൽ തന്ത്രിയെ കാര്യങ്ങൾ അറിയിക്കുന്നില്ല എന്ന് പറഞ്ഞ അന്വേഷണ സംഘം പിറ്റേ ദിവസം പറയുന്നു ഈ സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോയതിൽ തന്ത്രിക്ക് അറിവുണ്ട്, എന്നിട്ടും തന്ത്രി അത് തടഞ്ഞില്ല, ദേവസ്വം ബോർഡിന് ഇത്തരം ഒരു ആചാരലംഘനം ഉണ്ടായിട്ടും അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ആ വൈരുദ്ധ്യമാണ് പ്രധാനമായും തന്ത്രിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി ചിത്രങ്ങൾ സഹിതം പുറത്തു വന്നതാണ്. അത് വലിയ ചർച്ചയായി മാറി. പക്ഷേ അപ്പോഴും അന്വേഷണ സംഘം വളരെ രഹസ്യമായി കടകംപള്ളിയെ ചോദ്യം ചെയ്തു. അതിനുശേഷം വിടുന്ന സാഹചര്യവുമാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, പത്മകുമാറിൻ്റെ മൊഴിയിൽ കടകംപള്ളി സുരേന്ദ്രൻ്റെ ഓഫീസിൽ നിന്നാണ് ദേവസ്വം ബോർഡിലേക്ക് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അപേക്ഷ ആദ്യം എത്തുന്നത് എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, മൊഴിയുണ്ട്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഈ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റായി, അല്ലെങ്കിൽ ഒരു മൊഴിയായി അതിനെ വിലയിരുത്തേണ്ടതുണ്ട്. പക്ഷേ ആ മൊഴിയിലും അന്വേഷണ സംഘം കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവരുടെ അറസ്റ്റുകളിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇനി മറ്റൊരു പ്രശ്നം
എന്നുള്ളത് ഈ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് 2019 ദേവസ്വം ബോർഡ് മുഴുവൻ ആരോപണ വിധേയരായി നിൽക്കുമ്പോൾ അതിൽ 2 പേർ അറസ്റ്റിലാകുമ്പോൾ മൂന്നാമതായിട്ടുള്ള KP ശങ്കരദാസിനെ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല. ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ പിതാവായതുകൊണ്ടാണോ അദ്ദേഹത്തിന് ആ സംരക്ഷണം ലഭിക്കുന്നത് എന്നുള്ള വിമർശനങ്ങളും നിലനിൽക്കുന്നു. അങ്ങനെ തന്ത്രിയുടെ കാര്യത്തിൽ ഒരു നിലപാട്, പത്മകുമാരൻ കടകംപള്ളി സുരേന്ദ്രന്റെയും ഈ പറയുന്ന ശങ്കരദാസിന്റെയും കാര്യത്തിൽ മറ്റൊരു നിലപാടുമാണോ അന്വേഷണ സംഘം സ്വീകരിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളും അങ്ങനെ നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഈ വലിയ ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് തന്ത്രിയുടെ കേസ് വരുമ്പോൾ പലരും ഉന്നയിക്കുന്ന ഒരു വിഷയം, ഇതിനൊക്കെ അനുമതി നൽകുന്നത് എന്നുള്ളത് ഒരു ആചാരപരമായിട്ടൊരു അനുമതി നൽകുന്നതിനപ്പുറത്തേക്ക് ശബരിമല ക്ഷേത്രത്തിന്റെ എക്സിക്യൂട്ടീവ് കാര്യങ്ങളിലേക്ക് വരുമ്പോൾ തന്ത്രിക്ക് കാര്യമായിട്ടുള്ള അധികാരം കൊടുക്കാറില്ല ദേവസ്വം ബോർഡ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അങ്ങനെയെങ്കിൽ 2018 ഈ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് തന്ത്രി സ്വീകരിച്ച നിലപാടിന് വിരുദ്ധമായിരുന്നു ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും ഒക്കെ നിലപാടെന്ന് നമ്മൾ കാണേണ്ടതാണ്. അപ്പോൾ അന്ന് തന്ത്രി പറഞ്ഞ കാര്യങ്ങളെ അംഗീകരിക്കാതിരിക്കുന്ന ദേവസ്വം ബോർഡ് തന്ത്രി പറഞ്ഞതുകൊണ്ടാണ് ഈ രീതിയിൽ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയതെന്ന് പറയുന്ന പത്മകുമാറിന്റെ മൊഴിയെ അതിനും ഒരു വൈരുദ്ധ്യം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ മുഴുവൻ വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് നിലവിലെ അന്വേഷണ സംഘത്തിന്റെ മുന്നോട്ട് പോക്ക് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിമർശനമായി വരുന്നത്. ഇപ്പോൾ സ്വർണ്ണപ്പാളി കവർച്ചയിൽ തന്ത്രിക്ക് ഏതെങ്കിലും രീതിയിൽ പങ്കുണ്ടെങ്കിൽ അന്വേഷണ സംഘം അത് കോടതിയിൽ തെളിയിക്കേണ്ടതാണ്. പക്ഷേ കോടതിയിൽ പ്രാഥമികമായി നൽകിയിട്ടുള്ള റിമാൻഡ് റിപ്പോർട്ടിനെ പോലും വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. പല നിരീക്ഷകരുമൊക്കെ ചോദിക്കുന്നത് ഇത്ര ദുർബലമായിട്ടുള്ളൊരു റിപ്പോർട്ടാണ് അന്വേഷണ സംഘം നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും അത് സംബന്ധിച്ച വിമർശനങ്ങളുമൊക്കെ വരും ദിവസങ്ങളിൽ സജീവമാകും. എങ്ങനെയാണ് ഒരു വിഷയം തന്ത്രിക്ക് അറിവുണ്ടായിട്ടും തന്ത്രി അത് കണ്ടിട്ടും കാര്യങ്ങൾ പറഞ്ഞില്ല എന്നുള്ളതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വരുന്നത്. അതിൽ ആചാരപരമായിട്ടുള്ള ചില അധികാരങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ അതും പല സമയത്തും പ്രത്യേകിച്ച് 2018 യുവതീ പ്രവേശന വിഷയത്തിലടക്കം ആചാരപരമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ അധികാരമുണ്ടായിട്ട് പോലും അതിനെ അംഗീകരിക്കാതിരുന്ന സർക്കാരും ദേവസ്വം ബോർഡും ഒക്കെയാണ്, അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് തന്ത്രി പറഞ്ഞിട്ടാണ് താൻ സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊടുത്തുവിട്ടത് അല്ലെങ്കിൽ പുറത്തേക്ക് കൊണ്ടുപോയത് എന്നുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ അവിടെയും മൊഴികളിലെ വൈരുദ്ധ്യം നമ്മൾ കാണണം. അല്ലെങ്കിൽ സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും ഒക്കെ മുൻ നിലപാടും പത്മകുമാർ ഇപ്പോൾ നൽകുന്ന മൊഴിയും തമ്മിലുള്ള വൈരുദ്ധ്യം നമ്മൾ കാണണം. അതോടൊപ്പമാണ് വീണ്ടും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം, പത്മകുമാറിൻ്റെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം കോടതിയിൽ സ്വീകരിച്ചത് തന്ത്രിക്ക് ഇക്കാര്യങ്ങളിൽ അറിവില്ല അല്ലെങ്കിൽ തന്ത്രിയുടെ അറിവോടെയല്ല ഈ പറയുന്ന പാളികൾ പുറത്തേക്ക് കൊടുത്തുവിട്ടത് എന്നുള്ളതാണ്. അതിന് പിറ്റേ ദിവസം 1-2 ദിവസം കഴിയുമ്പോൾ അന്വേഷണ സംഘം വീണ്ടും അവരുടെ നിലപാട് മാറ്റി തന്ത്രി കൂടി അറിഞ്ഞിട്ടാണ് ഇക്കാര്യങ്ങൾ ചെയ്തതെന്നും തന്ത്രിക്ക് കൂടി ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് പറയുമ്പോഴും ആ നിലപാടുകളിലെ വൈരുദ്ധ്യം അവിടെയുണ്ട്. ആ നിലപാടുകളിലെ വൈരുദ്ധ്യം തന്നെയാണ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് തിടുക്കം പിടിച്ച് ധൃതി പിടിച്ച് തന്ത്രിയുടെ കാര്യത്തിൽ ചില നടപടികൾ ഉണ്ടായെന്നും അതും കേന്ദ്ര ഏജൻസിയുടെ EDയുടെ അന്വേഷണം ആരംഭിക്കുന്ന അതേ സമയത്ത് തന്നെ ഈ തിടുക്കം പിടിച്ച ധൃതി പിടിച്ച തീർച്ചയായും പ്രജിത്ത്, അത് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ ഇടപെടലെന്ന വിമർശനം അത് സത്യമായി മാറുന്ന ഒരു കാഴ്ചയാണ്